കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ല എന്നുള്ളതാണ്. ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം. ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും 2 ആൽത്തറകളിൽ ആരാധിക്കുന്നു. അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ മഹാക്ഷേത്രം. ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. ഇവിടുത്തെ 12 വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം നടന്നു വരികയാണ്. വൃശ്ചികം 1 ആരംഭിച്ച 12 വിളക്ക് മഹോത്സവം നാളെ സമാപിക്കും. ക്ഷേത്രത്തിൻ്റെ പിന്നിലായും വശങ്ങളിലായും കുടിൽ കെട്ടി ഭജനം പാർക്കുന്ന നിരവധി കുടുംബങ്ങളെ നമ്മൾക്കിവിടെ കാണാം. ഇതിനു പുറമെ മണ്ഡപങ്ങളിലും ഭജനം പാർക്കുന്ന നൂറുകണക്കിന് ഭക്തരാണുള്ളത്. വീടും സ്വദേശവും ഉപേക്ഷിച്ച് ഭഗവാനിൽ അർപ്പിച്ചാണ് ഇവർ 12 ദിനരാത്രങ്ങൾ ഇവിടെ ഭജനം പാർക്കുന്നത്. ദാനധർമ്മിഷ്ഠരായി ഇവിടെ എത്തുന്ന ഭക്തരെ പ്രതീക്ഷിച്ചിരിക്കുന്ന നൂറുകണക്കിന് ഭിക്ഷാംദേഹികളെയും നമുക്കിവിടെ കാണാം. കരിക്കിന് ധാരയും ആൾരൂപ സമർപ്പണവുമായി ക്ഷേത്രം വലിയ തിരക്കിലാണ്. ക്ഷേത്രപൂജകൾക്ക് പുറമെ സർപ്പപ്രീതിക്കായി നടത്തുന്ന പുള്ളുവൻ പാട്ടാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇതുകൂടാതെ വേലൻപാട്ട് അഥവാ പറചാറ്റ് പാട്ട് ഇവിടെ കാണാൻ സാധിക്കും. ബ്രാഹ്മണ തീർത്താൽ തീരാത്തവരും തീരട്ടെ എന്നൊരു വരവുണ്ട്. ഏത് വ്യാധിയും തീരാൻ വേലനെ കൊണ്ട് മാറുന്ന വ്യാധിയൊന്നുമില്ലെന്നൊരു വരവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ ഈ മേൽശാന്തിമാരൊക്കെ ഒരുപാട് പേര് വരും. നമ്മൾ അവർ പൂജിക്കുന്ന ആ ദോഷം ശാന്തിയിലും വിഗ്രഹത്തിലും താലിയക്കുടത്തിലും കൊടിമരത്തിൻ്റെ അഗ്രത്തിലും പതിക്കുന്നതാണ് നമ്മുടെ കേട്ടറിവ്. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ അങ്ങനെ. അപ്പോൾ അത് തീരാൻ അവർ പോലും വേലന്മാരെ ഒതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഏത് വ്യാധി പോലും വേലനെ കൊണ്ട് മാറാത്ത വ്യാധിയൊന്നുമില്ല. കരകരപ്പ് ആവിതേ പൊന്നിലെ ഭക്ഷണമെടുക്കാതെ തുളസി ചമ്പകം ചമ്പരത്താണ്ട് പോലെ വതാരമേ നല്ല മുല്ലമന്താരം കാവലും പൂണാരും സമ്പത്തുകൊണ്ട് ധനം കൊണ്ട് തോന്നി തീർക്ക സർവ്വ സർഗുണ സന്താന കുടയ്ക്ക് ഒരു പിണയാണ് പരമ്പരയും ദീർഘായുസോടെ കാത്തുകൊണ്ട്. രോഗ ദുരിതങ്ങൾക്കും പ്രാക്കുദോഷത്തിനും വേണ്ടിയാണ് ഇത് നടത്തുന്നത്. ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക, ഭാഗവത പാരായണം, ത്വക്ക് രോഗങ്ങൾ മാറുവാൻ 8 കണ്ടം ഉരുൾച്ച എന്നിവ ഈ ദിവസങ്ങളിലെ പ്രധാന നേർച്ചകളാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഭക്തരെയും കാത്ത് നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളാണ് പടനിലത്തിൽ ഒരുങ്ങിയിരിക്കുന്നത്. ലഘുഭക്ഷണശാലകളും നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകളും നിരവധിയാണ്. ഈ ദിവസങ്ങളിലെല്ലാം ഓച്ചിറ ഓഡിറ്റോറിയത്തിൽ ഒന്നൊഴിയാതെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. പടനിലത്തിൽ സർക്കസുകാരും മാജിക്കുകാരും സ്കൂട്ടർ കിണർ അഭ്യാസികളും തൊട്ടിയാട്ടങ്ങളും നിറയുന്ന ഈ ഉത്സവം കൊല്ലം, ആലപ്പുഴ ജില്ലക്കാരുടെ ഒരു പ്രധാന ഉത്സവമാണ്. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.